സൂറത്തു ആദിയാത്ത് അറിയാത്ത ആരെങ്കിലും നമ്മുടെ ഈ സദസ്സിലുണ്ടോ? ആരും ഉണ്ടാവില്ല. ആ സൂറത്തു ആദിയാത്തിൽ അള്ളാഹു നമ്മൾക്കൊരു കാര്യം പഠിപ്പിച്ചു തരാൻ. ഹിഫ്ള് ഉള്ളതാണ്. വൽ ആദിയാത്ത് ളബ്ഹാ ഫൽ മൂരിയാത്ത് ഖദ്ഹാ ഫൽ മുഗീറാത്തി സുബ്ഹാ. ഒരൊട്ടകത്തെ കുറിച്ച്, ഒരു കുതിരയെ കുറിച്ച് അല്ലാഹു പറയാൻ. ആ കുതിര താൽക്കാലികമായി കുറച്ച് വെള്ളവും താമസ സൗകര്യവും അല്പം ഭക്ഷണവും കൊടുക്കുന്ന തന്റെ യജമാനന് വേണ്ടി പടക്കളത്തിലേക്ക് ഇറങ്ങുന്ന കുതിരയെ പറ്റിയിട്ട് പറഞ്ഞിട്ട് അല്ലാഹു പറയാൻ ഫൽ മുഗീറാത്തി സുബ്ഹാ. അക്രമത്തിന് വേണ്ടി സുബഹിക്ക് പുറത്തിറങ്ങുന്നവനാണ് ആ കുതിര. എന്നിട്ട് ആയത്തിന്റെ അവസാനം എന്താ അറിയോ? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. ഈ ആയത്തും ഈ സൂറത്തും ഒക്കെ അറിയുന്ന മനുഷ്യൻ അവന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവൻ തന്നെയാണ്. എന്തേ കാര്യം സഹോദരങ്ങളെ? എന്തേ? ചെറിയ ഒരു വെള്ളവും ഒരു താമസ സൗകര്യവും കൊടുക്കുന്ന ഒരു യജമാനന് വേണ്ടി കുതിര യജമാനനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സുബഹിക്ക് പുറപ്പെടുന്നു എന്നൊരായത്തിൽ പറഞ്ഞിട്ട് താഴെ അല്ലാഹു പറയാൻ മനുഷ്യൻ അവന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവൻ തന്നെയാണ്. എന്തേ? വയനാട് ഉരുൾപൊട്ടി നൂറുകണക്കിന് മനുഷ്യർ മരിച്ചു, നൂറുകണക്കിന് വീടുകൾ തകർന്നു, എത്രയോ കുട്ടികൾ അനാഥമായി. അവർക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതേ ഉരുൾപൊട്ടലും അതേ വെള്ളപ്പൊക്കവും നമ്മുടെ നാട്ടിലും പടച്ചവനുണ്ടാക്കാമായിരുന്നു. പക്ഷേ അള്ളാഹു ഒരു ഗ്യാസ് പോലും പൊട്ടിത്തെറിച്ചില്ല, ഒരു വീട് പോലും കുലുക്കിയില്ല, ഒരു പേമാരി പോലും ശക്തമായി നമ്മുടെ നാട്ടിൽ വർഷിപ്പിച്ചിട്ടില്ല. അതൊക്കെ നമ്മുടെ സമീപത്ത് വരുമ്പോ നമ്മൾ പടച്ചോനെ ഇത്രമാത്രമൊക്കെ എന്നോട് കരുണ കാണിച്ച നാഥ, നിനക്ക് വേണ്ടി ഞാൻ സുബഹിക്കെങ്കിലും എഴുന്നേൽക്കണ്ടേ എന്നാലോചിച്ച് സുബഹിക്ക് പള്ളിയിൽ പോകുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും? ഉമ്മമാരെ, നിങ്ങളുടെ മക്കളുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ ഉണ്ടാകും? സൂറത്തു ആദിയാത്ത് അറിയാത്തവരാണോ? അല്ല. പിന്നെയോ അള്ളാഹു കുതിരയെ കുറിച്ച് സംസാരിക്കുന്നത് എന്നോടാണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് സഹാബാക്കൾ മാറുന്നതും നമ്മൾ അതേ ഖുർആൻ ഓതി ഉമ്മ വെച്ച് ഖുർആനിന്റെ പഠനത്തെ കുറിച്ച് വാതോരാതെ പറയുമ്പോഴും നമ്മുടെ വീട്ടിൽ സുബഹിക്കലാറം മുഴങ്ങാത്തത്, നമ്മുടെ വീട്ടിൽ നിന്ന് പ്രായപൂർത്തിയായ ആളുകൾ പള്ളിയിലേക്ക് പോകാത്തത് സുബഹിക്ക് മാറ്റമുണ്ടാകണം. ആയത്തുകൾ നമ്മളെ സ്വാധീനിക്കണം. നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി മാറ്റമുണ്ടാകണം. ഞാനിന്നും ആലോചിക്കാൻ, അവിടെ മാത്രമല്ല, ഒരാളുടെ ജീവിതം തുടങ്ങുന്നത് മുതൽ അങ്ങോട്ട് ഞാനിന്നും ഒരു പാവപ്പെട്ട ഒരു ഉമ്മ, ലേണിംഗ് ക്ലാസ്സിലൊക്കെ വരുന്ന ഒരു ഉമ്മയാണ്. നല്ല അത്യാവശ്യം അല്പമൊക്കെ പ്രായമൊക്കെ ഉണ്ട്. സ്ഥിരമായി ക്ലാസ്സിന് വരുന്നത് കൊണ്ട് സംസാരിക്കുന്നു, കുടുംബവിശേഷങ്ങൾ പറയുന്നു. ആ കൂട്ടത്തിൽ ഞാൻ ശ്രദ്ധിച്ചപ്പോ ഉമ്മയുടെ മുൻഭാഗത്തെ 2 പല്ലുകൾ കറുത്തുപോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഉമ്മയോട് ചുമ്മാ ഈ മുൻഭാഗത്തെ പല്ലുകൾ എങ്ങനെയൊരു കറുത്തത്? ഉമ്മൊന്നും പറഞ്ഞില്ല. ഞാൻ നിർബന്ധിച്ചും പറഞ്ഞു, അത് മൗലവി കുറെ മുമ്പാണ് ഇക്കാക്ക എന്നെ അടിച്ചതാണ്, ഇക്കാക്ക എന്നെ അടിച്ചതാണ്, മുഷ്ടി കൊണ്ട് ചുരുട്ടിങ്ങനെ കുത്തിയതാണ്. ചോദിച്ചു എന്തിനാണ്? അതിനുമ്മയുടെ മറുപടി, ഞാൻ ആദ്യം നല്ല മോഡലായി ജീവിച്ച ഒരു പെണ്ണാണ്, അന്നാണ് ഇക്കാക്ക എന്നെ വിവാഹം കഴിച്ചത്. പിന്നീട് ഞാൻ ഖുത്ബകൾക്കൊക്കെ പോകാൻ തുടങ്ങി, പിന്നീട് ആയത്തുകൾ കേൾക്കാൻ തുടങ്ങി. ആ ഖുത്ബയിൽ മൗലവി ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മേൽവസ്ത്രങ്ങൾ മുഖത്തിലൂടെ ഇട്ട വസ്ത്രമാകട്ടെ അത് മാറത്തിലൂടെ താഴ്ത്തിയിടണം, ജലാബീബാണ് ധരിക്കേണ്ടത് എന്ന ആയത്തുകൾ പറഞ്ഞ് ഒരു ഖുത്ബ നിർവഹിച്ചു. ഞാൻ എൻ്റെ ഇക്കാക്കയോട് പറഞ്ഞു, ഇക്കാക്ക, ഇനി മുതൽ ഞാൻ പുറത്തേക്ക് നിങ്ങളുടെ കൂടെ ഇറങ്ങുമ്പോൾ മാണ്ടത്തിലൂടെ വസ്ത്രം താഴ്ത്തിയ വേഷമേ ധരിക്കുന്നുള്ളൂ. കാരണം അള്ളാഹു അത് കർശനമായി പറഞ്ഞതാണ്, അത് നമ്മുടെ ഐഡന്റിറ്റിയാണ്. ഇക്കാക്കക്ക് ഇഷ്ടായില്ല. ഇക്കാക്ക എന്നെ കൊണ്ട് ഇസ്ലാമികമല്ലാത്ത വേഷം മുഴുവൻ ധരിപ്പിക്കാൻ നിർബന്ധിച്ചു. ഞാൻ കാക്കയോട് സ്നേഹത്തോടു കൂടി പറഞ്ഞു, ഇക്കാക്ക, ഇത് അല്ലാഹു പറഞ്ഞതല്ലേ, നിങ്ങളോട് ഞാൻ വേറൊന്നും പറയുന്നില്ലല്ലോ, ഇതല്ലേ. അവസാനം ദേഷ്യം വന്ന് ഒരു തവണ മുഖത്തോട് ചേർത്ത് കുത്തിയതാണ്. പക്ഷേ അവിടെയും ഞാൻ ഒന്നും തിരിച്ചു പറഞ്ഞില്ല എന്നതുകൊണ്ട് മനസ്സിലാക്കി. അവസാനം ഖുത്ബക്ക് വന്ന് ഇന്ന് ഞാൻ ലേണിംഗ് പഠിതാവായ സഹോദരിയും എന്റെ ഇക്കാക്ക ഖുർആൻ പഠിക്കുന്ന ഒരാളുമായി മാറിയത് ആ സംഭവം മുതലാണ്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ചു നോക്കൂ, നമ്മൾ എത്ര കൊല്ലമായി പരിശുദ്ധ ഖുർആനിൽ എത്ര പ്രസംഗങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്നുണ്ട് നബിന്റെ വാക്ക്, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മാഇലാത്തുൻ മുമീലാത്തുൻ റൂസിഹിന്ന കസ്നിമത്തിൽ ബുഖ് ലാ യദ്ഖുലുൽ ജന്ന വലാ യജിദുന റീഹഹാ. സ്വർഗത്തിന്റെ വാസന പോലും കിട്ടാത്തൊരു ഈ ഭാഗം ആളുകൾ ആരാണെന്ന് പ്രവാചകൻ പറഞ്ഞെടുത്ത് ഒന്ന് പറഞ്ഞത്, സ്വന്തം ശരീരത്തിൽ വസ്ത്രം ധരിച്ചിട്ടും മറ്റുള്ളവർക്ക് നഗ്നത വെളിവാക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സ്വർഗത്തിന്റെ വാസന പോലും ലഭിക്കുകയില്ല എന്ന് കേൾക്കാത്തതും ആയത്തുകളും ഹദീസുകളും അറിയാത്ത ആരെങ്കിലും ഞാനടക്കം
എന്റെ ഭാര്യയടക്കം എന്റെ പെൺകുട്ടിയടക്കം ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ചു നോക്കൂ, ഉണ്ടാവൂല. പക്ഷേ പിന്നെ എന്തേ ഒരു കല്യാണത്തിന് വന്നാൽ, ഒരു സൽക്കാരത്തിന് വന്നാൽ സഹോദരങ്ങളെ കുത്തലൊഴിവാക്കി, പിന്നൊഴിവാക്കി, വെറും ഇടൽ മാത്രമായി. ഞാനൊന്നും അത്ഭുതത്തോടു കൂടി ആലോചിക്കുന്ന ഒരു കാര്യം എന്താ അറിയോ? കുറ്റമായിട്ട് സഹോദരിമാരെ നിങ്ങളോടുള്ള ഒരു വിദ്വേഷവുമല്ല, ഇഷ്ടം കൊണ്ട് മാത്രമാണ്. ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം. എന്താണെന്നറിയോ? നാട്ടിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉണ്ട് ഫാഷൻ. സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്ക് പുതിയ നമ്മുടെ ആൺകുട്ടികളെ നോക്കൂ നിങ്ങൾ, ഗ്ലാസ് ഒക്കെ വെച്ച് പാന്റിന്റെ അറ്റത്തോളം എത്തുന്ന ഷർട്ടാണ്, വലിയ നീളമുള്ള പാന്റാണ്, അതിനനുസരിച്ചുള്ള ഷൂസാണ്. നിങ്ങൾ ആണുങ്ങളുടെ ഭാഗത്തേക്ക് നോക്കൂ, അവരുടെ പിതാക്കന്മാരുടെ ഏതെങ്കിലും ഒരു ഉപ്പ നമ്മുടെ നാട്ടിലുള്ള യുവാക്കൾ ധരിക്കുന്നത് പോലെ പുതിയ ട്രെൻഡ് പ്രകാരമുള്ള ഗ്ലാസോ, പുതിയ ട്രെൻഡ് പ്രകാരമുള്ള യുവാക്കളുടെ ഷർട്ടോ, യുവാക്കളുടെ പാന്റോ, യുവാക്കളുടെ ഷൂസോ ധരിച്ചുകൊണ്ട് ഈ അങ്ങാടിയിലൂടെ എത്ര പിതാക്കന്മാർ നടക്കും? എന്നാൽ ഓരോ മാസത്തിനനുസരിച്ച് പെൺകുട്ടികൾക്ക് വരുന്ന ഓരോ ഫാഷനും ആ വീട്ടിലെ 45ഉം 55ഉം വയസ്സുള്ള ഉമ്മയും അതുപോലെ ധരിക്കും. അതാണ് വ്യത്യാസം. ഉമ്മയുടെ ചുരിദാറിന്റെ കാലും നെരിയാണിന്റെ മുകളിലായി, ഉമ്മയുടെ കൈയും ഇതിന്റെ മുകളിലേക്കായി, ഉമ്മയുടെ ഷാളും തലയുടെ പകുതി ഭാഗമായി, ഉമ്മയുടെ തട്ടവും കഴുത്തു കാണുന്നത് പോലെയായി. ആ വീട്ടിൽ ഒരു മകൾ വളരുന്നുണ്ടെങ്കിൽ ആ മകൾ ഖുർആൻ ഓതുന്ന ഉമ്മ ധരിക്കുന്ന വസ്ത്രം ഇതാണെങ്കിൽ ഞാനും അങ്ങനെ ധരിച്ചാൽ മതി എന്നേ തീരുമാനിക്കുകയുള്ളൂ. സഹാബി വനിതകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ തുടക്കകാലത്ത് കഴുത്തറ്റമേലെ മറച്ചാൽ മതിയായിരുന്നു. പിന്നീട് മാരടം മറക്കണം എന്ന് ജമാഅത്ത് നമസ്കാരത്തിന് പള്ളിയിലേക്ക് വന്നപ്പോഴാണ് പ്രവാചകൻ ഓതി കേൾപ്പിച്ചു കൊടുത്തത്. അന്നത്തെ ഈത്തപ്പനയുടെ പട്ടകൾ മുറിച്ച് കഴുത്തിന് താഴേക്ക് മാരടങ്ങൾ സ്വന്തം വസ്ത്രത്തിൽ മുള്ളുകൾ കൊണ്ടുവരെ കുത്തി മാരടം മറച്ച് പള്ളിയിലേക്ക് വന്ന സഹാബി വനിതകൾ. സഹോദരിമാരെ, ആയത്തുകൾ സഹാബാക്കൾക്ക് മാറ്റമുണ്ടായത് ഓതിയത് കൊണ്ടും പഠിച്ചത് കൊണ്ടും മാത്രമല്ല, അതനുസരിച്ച് ജീവിക്കണം എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. ആ ബോധ്യം നമ്മളിൽ ഉണ്ടാകണം. ഞാൻ ചുരുക്കുകയാണ്. ഓരോ വിഷയത്തിലും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, യുവാക്കളോട് പറയാൻ, എനിക്കറിയുന്ന ഒരു അധ്യാപകനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു LP സ്കൂൾ അധ്യാപകനാണ്. ഒരു ആവറേജ് ശമ്പളമൊക്കെ ഉണ്ടാകുമല്ലോ, അൽഹംദുലില്ലാ. പക്ഷേ അദ്ദേഹത്തിന്റെ അനിയന്മാർ സാധാരണ കൂലിപ്പണിക്കാരാണ്, ജേട്ടനും സാധാരണ കച്ചവടമാണ്. അവരെല്ലാം വീട് വെച്ചു. LP സ്കൂൾ അധ്യാപകനായി ഇദ്ദേഹം വീടിന്റെ തറ മാത്രമേ ഇട്ടിട്ടുള്ളൂ. മെല്ലെ മെല്ലെ പണി തുടങ്ങുകയാണ്. നാട്ടിലുള്ള മുഴുവൻ ആളുകളും പറഞ്ഞു, അല്ല, നിന്റെ അനിയന്മാരും ചേട്ടന്മാരും ഒന്നും നിന്റെ അത്ര സമ്പത്തില്ലല്ലോ, അവരൊക്കെ വീട് വെച്ചല്ലോ, നീ എന്താണ് ഇങ്ങനെ മെല്ലെ മെല്ലെ വീട് വെക്കുന്നത്? അതിന് അദ്ദേഹം പറഞ്ഞ വാക്ക്, അവരെല്ലാം പലിശയുമായി ബന്ധപ്പെട്ട് വീട് വെക്കുകയാണ്, ഞാൻ അതിന് താല്പര്യപ്പെടുന്നില്ല. നാട്ടിലുള്ള എല്ലാവരും പറഞ്ഞു, എടാ, അങ്ങനെയൊന്നും ജീവിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? നാട്ടിലുള്ള മുഴുവൻ ആളുകളും അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ മാത്രം എങ്ങനെയാണ്? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാനിതേ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാനൊരു ദിവസം മരിച്ചാൽ എന്റെ മയ്യത്ത് ഈ വീട്ടിന്റെ ഉമ്മറയിൽ വെക്കുമ്പോ ഒരാളും എന്റെ ഭാര്യയുടെയും മക്കളുടെയും അടുക്കൽ വന്നിട്ട് നാളെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്നൊരു ബാങ്കുകാരനോ ഒരു വട്ടിപ്പലിശക്കാരനോ ദുനിയാവിൽ നിന്ന് പറയരുത്. മാത്രല്ല, ഞാനെങ്ങാനും മരിച്ചുപോയാൽ നാളെ പരലോകത്ത് അള്ളാഹു ലോകത്ത് ഏറ്റവും വെറുക്കപ്പെട്ടവനായി എണ്ണുന്ന വിഭാഗത്തിൽ നിസ്കരിച്ച് നോമ്പ് നോറ്റ് ഹജ്ജിനും ഉംറയ്ക്കും പോയി നാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിന്ന എന്റെ ഒരു അമലും സ്വീകരിക്കാതെ അള്ളാഹു ഇറക്കിവിടുന്ന ഇന്ന അബ്അദന്നാസ്, പടച്ചോൻ ആട്ടിയകറ്റിവിടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ശപിച്ചു. മൻ ഒരുത്തനെ കണക്ക് പലിശയുമായി ബന്ധപ്പെട്ട് കഴിക്കുന്നവനും കഴിപ്പിക്കുന്നവനും കണക്കെഴുതുന്നവനും സാക്ഷിയാകുന്നവനെയും അല്ലാഹു ശപിച്ചു എന്ന് പറയുന്നതിൽ ഞാൻ ഉൾപ്പെടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് അനിയൻ കേറ്റിക്കോട്ടെ, ജേട്ടൻ കേറ്റിക്കോട്ടെ, നാട്ടുകാർ കളിയാക്കിക്കോട്ടെ, അള്ളാഹു എന്നെ ഇഷ്ടപ്പെടും. കാരണം ഖുർആനിൽ അല്ലാഹു പറഞ്ഞ വാക്ക്, പലിശയുമായി നേർക്ക് നേരെ ബന്ധമുള്ളവൻ ഒരുങ്ങി നിൽക്കണം, അവൻ അള്ളാഹുവിനോടും പ്രവാചകനോടും യുദ്ധം പ്രഖ്യാപിച്ചവനാണ് എന്നാണ്. സഹോദരങ്ങളെ, ആയത്തറിയാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആയത്തറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. വീട്ടിലെ കല്യാണം വരികയാണെങ്കിൽ, വിദ്യാഭ്യാസം വരികയാണെങ്കിൽ, വീട് വെക്കുകയാണെങ്കിൽ, യാത്ര പോകുകയാണെങ്കിൽ, ഫോൺ എടുക്കുകയാണെങ്കിൽ, ലാപ്പ് എടുക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ നമ്മുടെ കണ്ടീഷൻ പലിശയുമായി ഖുർആൻ കൊണ്ട് അല്ലാഹു പറഞ്ഞ
ഹുദൽ ലിന്നാസ്, സന്മാർഗം നമ്മൾക്ക് കിട്ടാത്തത്, ശിഫാഉൽ ലിന്നാസ്, മനസ്സമാധാനം നമ്മൾ കിട്ടാത്തത്, നൂറുൻ വബുർഹാൻ, തെളിച്ചം നമ്മൾക്ക് കിട്ടാത്തത്, നമ്മൾ ഖുർആൻ അനുസരിച്ച് മാറണം. ഖുർആനിന്റെ ആയത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ജീവിതം ഖുർആൻ അനുസരിച്ച് മാറുമ്പോൾ അള്ളാഹു നമ്മൾക്കൊരു തൗഫീഖ് നൽകും. ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരുപാട് ഖുർആൻ പഠിതാക്കളെ പലപ്പോഴും കാണാറുണ്ട്. അതിൽ ഇന്നും ഓർമ്മയിൽ നിൽക്കുന്നു 2 ഖുർആൻ പഠിതാക്കൾ. അവരുടെ ജീവിതത്തിൽ 2 പേരും ഖുർആൻ പഠിക്കുന്നവരാണ്. പക്ഷേ വർഷങ്ങളോളമായി അവർ സലാം പറയൂല, വർഷങ്ങളോളമായി അവർ മിണ്ടൂല, വർഷങ്ങളോളമായി കല്യാണങ്ങളിൽ വിളിക്കൂല, വർഷങ്ങളോളമായി മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞേക്കൂല. 2 പേരും പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നു, പരീക്ഷകൾ എഴുതുന്നു, സമ്മാനങ്ങൾ വാങ്ങുന്നു. അത്ഭുതപ്പെട്ടു പോകും. എന്തുകൊണ്ടെന്നറിയുമോ? പരിശുദ്ധ ഖുർആൻ ഒരു തവണ പഠിച്ചാൽ, ഒറ്റ തവണ പഠിച്ചാൽ അതിൽ അള്ളാഹുവിന്റെ വാക്കുണ്ട്, അല്ലദീന യൻഖുദൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അയ്യൂസല വയഫ്സിദൂന ഫിൽ അർദ് ഉലൈക ഹുമുൽ ലഅന വലഹും അസൂഉദ്ദാർ. അള്ളാഹു പറഞ്ഞ ഏതെങ്കിലും ഒരു ബന്ധം, അയൽപക്ക ബന്ധം, കുടുംബ ബന്ധം, മാതാപിതാക്കളുമായി ബന്ധം, വിശ്വാസികൾ തമ്മിലുള്ള ബന്ധം, ഏതെങ്കിലും ഒരു ബന്ധം മുറിച്ചു കളഞ്ഞ് ജീവിക്കുന്ന ആളുകൾ ഉലൈക ഹുമുൽ ലഅന, ഈ ലോകത്തും പരലോകത്തും അള്ളാഹുവിന്റെ ശാപം അവർക്കുണ്ടാകും. വലഹും അസൂഉദ്ദാർ, അവർക്ക് നരകമായിരിക്കും എന്ന് 2 പേരും പഠിക്കുന്നു. അതാണ് അത്ഭുതം. 2 പേരും പഠിക്കുന്നു. പക്ഷേ പഠിക്കുന്നതിനനുസരിച്ച് സലാം പറയില്ല, പഠിക്കുന്നതിനനുസരിച്ച് കല്യാണത്തിന് വിളിക്കൂല. പ്രവാചകൻ പറഞ്ഞില്ലേ, എല്ലാ തിങ്കളും വ്യാഴവും നമ്മുടെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയരുന്ന ദിവസമാണ്, പാപങ്ങൾ അല്ലാഹു പൊറുക്കുന്ന ദിവസമാണ്. ഇല്ലാ റജുലാൻ, ഇല്ലാ റജുലൈൻ, 2 ആളുകളെ അല്ലാഹു പൊറുക്കൂല, പാപങ്ങൾ പൊറുക്കൂല, അമലുകൾ സ്വീകരിക്കൂല. മൻഹുമായ റസൂലുള്ളാഹ്, റസൂലുള്ളാഹ് ഇബാദത്തുകൾ ചെയ്തിട്ടും, റമദാനിൽ നോമ്പ് നോറ്റിട്ടും, തഹജ്ജുദ് നമസ്കരിച്ചിട്ടും, ഖുർആൻ പാരായണം ചെയ്തിട്ടും, സ്വതക്കകൾ നിർവഹിച്ചിട്ടും, മാതാപിതാക്കളെ നോക്കിയിട്ടും അമലുകൾ തലക്ക് മുകളിലേക്ക് ഉയരാത്ത വിഭാഗം ആരാണ്? റസൂലുള്ളാഹ്. പ്രവാചകന്റെ വാക്ക്, അഖവാനി മുത്തസ്വാരിമൈനി, പരസ്പരം തമ്മിൽ തെറ്റി നിൽക്കുന്ന സഹോദരങ്ങൾ, ആങ്ങളെയും പെങ്ങളും, ജേട്ടനും അനിയനും, അയൽവാസിയും അയൽവാസിയും, ഒരേ പള്ളിയിൽ ഒരേ സഫിൽ വന്നു നിൽക്കുന്ന 2 സഹോദരങ്ങൾ, അവർ പരസ്പരം മിണ്ടുന്നില്ലെങ്കിൽ ഹത്താ യർജിഅ, അവർ തിരിച്ചു വരുന്നത് വരെ, അവർ സലാം പറയുന്നത് വരെ, അവർ മിണ്ടുന്നത് വരെ ഒരൊറ്റ അമലും തലക്ക് മുകളിലേക്ക് ഉയരുകയില്ല. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുന്നത്, ഖുർആൻ ഓതുവാൻ മാത്രമുള്ളതല്ല, പഠിക്കുവാൻ മാത്രമുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ സഹാബാക്കൾ ഉണ്ടാകുമായിരുന്നില്ല. സഹാബാക്കൾ ഉണ്ടായത് ഓതുന്നതോടൊപ്പം, പഠിക്കുന്നതോടൊപ്പം, തജ്വീദ് അനുസരിച്ച് ഖിറാഅത്ത് ചെയ്യുന്നതോടൊപ്പം, മക്കളെ ഹിഫ്ദിന് പറഞ്ഞയക്കുന്നതോടൊപ്പം, ഓരോ ആയത്തും അള്ളാഹു എനിക്ക് മാറാനുള്ളതാണ് എന്ന ബോധ്യത്തിൽ നിന്നുണ്ടായതാണ്. ആയത്ത് കേട്ടിട്ടും, ഹദീസുകൾ കേട്ടിട്ടും, ഖുർആൻ കേട്ടിട്ടും നമ്മൾ മാറ്റത്തിന് തയ്യാറല്ലെങ്കിൽ അവരെയാണ് പരലോകത്ത് അള്ളാഹു അന്ധരായി കൊണ്ടുവരിക. അവിടെയാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുക. കോടാനുകോടി മനുഷ്യർ, അവിടെ അള്ളാഹുവിന്റെ ചോദ്യം ചെയ്യൽ നമ്മൾ ശബ്ദത്തോടുകൂടി കേൾക്കുകയാണ്. മുന്നിലുള്ള ഓരോരുത്തരെയും ചോദിക്കുന്നതും നരകത്തിലേക്കും സ്വർഗത്തിലേക്കും പറഞ്ഞയക്കുന്ന ഭീകരമായ മനോഹരമായ 2മുണ്ടല്ലോ ഈ അവസ്ഥകൾ. കാതിലൂടെ കേൾക്കുമ്പോ കണ്ണ് കാണാൻ കഴിയാതെ കോടാനുകോടി മനുഷ്യർക്കിടയിൽ അന്ധരായി നിൽക്കുമ്പോഴാണ് നമ്മൾ അല്ലാഹുവോട് ചോദിക്കുന്നത്, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ദങ്ക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അത് കുടുംബം സമ്മതിക്കണില്ല, കൂട്ടുകാര് സമ്മതിക്കണില്ല, ജീവിച്ചു പോകേണ്ട മൗലവി, പുതിയ കാലല്ലേ, പണ്ടത്തെ ആയത്തനുസരിച്ചൊക്കെ ഇപ്പൊ ഡ്രസ് ചെയ്യാൻ പറ്റുമോ, ഇപ്പൊ കല്യാണം നടത്താൻ പറ്റുമോ, ഇപ്പൊ വീട് വെക്കാൻ പറ്റുമോ, ഇപ്പൊ മക്കളെ ചേർക്കാൻ പറ്റുമോ, ഇപ്പൊ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർ ഓരോ കൊല്ലം ഉണ്ടാക്കുന്ന പുതിയ ദീനും അള്ളാഹുവിന്റെ ഖുർആന്റെ ദീനും നമ്മുടെ മുന്നിൽ ഏറ്റുമുട്ടുമ്പോ ഖുർആനിനെ ഒഴിവാക്കിയ ആളുകളാണ് നമ്മളെങ്കിൽ അള്ളാന്റെ വാക്ക്, ദുനിയാവിൽ സമാധാനം തരൂല, മുസ്ലിമാകും സമാധാനം കിട്ടൂല, മക്കൾ പഠിക്കും സമാധാനം കിട്ടൂല, നല്ല വീട്ടിൽ കല്യാണം നടക്കും സമാധാനം കിട്ടൂല, മാത്രല്ല വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, പരലോകത്ത് അന്ധനാക്കി അല്ലാഹു കൊണ്ടുവരും. അള്ളാഹിനോട് നമ്മൾ ചോദിക്കാൻ, ഖാല ലിമ ഹശർതനി അഅമാ വഖദ് കുൻതു ബസീറ, അല്ലാഹുവേ
എന്തിനാ നീ എന്നെ കണ്ടു കാണാത്തവനാക്കി മാറ്റിയത്? ബാക്കിയുള്ള കോടിക്കണക്കിന് മനുഷ്യർക്കിടയിൽ ഈ വിചാരണ പോലും കാണാൻ കഴിയാത്ത വിധം, മുന്നിലുള്ള ആളെപ്പോലും കാണാൻ കഴിയാത്ത വിധം എന്നെ എന്തിനാ പടച്ചോനെ അന്ധനാക്കിയത്? ഞാൻ ദുനിയാവിലെല്ലാം കാണുന്നവനായിരുന്നല്ലോ. അള്ളാഹുവിന്റെ വാക്ക്, ദുനിയാവെന്നെല്ലാം കണ്ടിരുന്നടാ. ആ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതും ഒക്കെ നീ കണ്ടു. പക്ഷെ പ്രശ്നമല്ല, ആ കണ്ടുകൊണ്ട് അള്ളാഹു കാണാൻ വേണ്ടി പറഞ്ഞ ഖുർആനിന്റെ ആയത്തുകളെ കണ്ടിട്ടും നീ വിസ്മരിച്ചു കളഞ്ഞു. നീ ആ ആയത്ത് വേണ്ട എന്ന് വെച്ചു. കല്യാണത്തിന്റെ സദസ്സിൽ ആയത്ത് വേണ്ട, കുട്ടിനെ ചേർക്കുന്ന വിഷയത്തിൽ ആയത്ത് വേണ്ട, പലിശയുമായി ബന്ധപ്പെട്ട ആയത്ത് വേണ്ട, ജീവിതത്തിൽ ഹറാമുമായി ബന്ധപ്പെട്ട ആയത്ത് വേണ്ട, സമ്പത്ത് ശേഖരിക്കുന്നിടത്ത് ആയത്ത് വേണ്ട. നീ ഖുർആനിന്റെ ആയത്തുകൾ നീ ഒഴിവാക്കി. ആ ഒഴിവാക്കിയ നിനക്ക് പരലോകത്ത് കണ്ണു വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു അവസ്ഥ നമ്മൾക്കുണ്ടാകരുത്. അതുകൊണ്ട് ഈ ഖുർആൻ പഠിതാക്കളുടെ ഈ സംഗമം, സഹാബാക്കൾ പരലോകത്ത് ഖുർആനിന്റെ മാതൃകളായി വരുന്ന പോലെ നാളെ പരലോകത്ത് അല്ലാഹുവേ, ഞങ്ങൾ കേട്ട ആയത്തിനനുസരിച്ച് നാട്ടിലെ മുഴുവൻ ആളുകളും കളിയാക്കിയപ്പോഴും ആയത്തുകൾക്കനുസരിച്ച് ജീവിച്ചവരാണ് നാഥ. ഞങ്ങളെ നീ അഹ്ലു ഖുർആൻ, അഹ്ലുല്ലാഹി വഖാസത്തുഹു, അല്ലാഹുവിന്റെ ഏറ്റവും അടുത്ത അനുയായികളാക്കി മാറ്റി തീർക്കണമേ എന്ന് പരലോകത്ത് വെച്ച് പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി